എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗോതമ്പ് പുട്ട് എങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ടും ശരിയാകുന്നില്ലേ? എന്നാൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പുട്ട് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. മാവ് ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് പൊടി ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതേ അളവിന് തന്നെ ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചോറെന്ന് പറയുന്നത് റേഷനരി ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെലേരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചൂട് ചോറായിരുന്നാലും സാരമില്ല, അതുപോലെ തന്നെ തണുത്ത ചോറാണെങ്കിലും സാരമില്ല. ഇതുപോലെ ആ ഒരു ചോറും കൂടെ ഞാൻ ജാറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചോറിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാകും, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ജാർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പാടില്ല. മിക്സി ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുക, ഓഫാക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് ഓണാക്കുക, ഓഫാക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും മാവ് ഇവിടെ തയ്യാറായി കിട്ടിക്കോളും. വെറും 2 സെക്കൻഡ് സമയം മാത്രമേ എനിക്ക് ആയിട്ടുള്ളായിരുന്നേ. മാവ് ഇവിടെ നല്ല സൂപ്പറായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പുട്ടുപൊടിയിൽ നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് മാവ് എങ്ങനെ കിട്ടുമോ അതുപോലെ തന്നെ മാവ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് മറ്റൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പുട്ടുകുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ചില്ലിട്ട് കൊടുക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മാവിട്ട് കൊടുക്കാം, വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം, വീണ്ടും മാവിട്ട് കൊടുക്കാം. പുട്ടുകുറ്റിയിൽ ഇതുപോലെ മാവ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടിച്ചമർത്തിയിട്ട് നമുക്കിതുപോലെ മാവ് വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പുട്ട് വേവിക്കുന്ന സമയത്ത് ഒത്തിരി സമയം ഇട്ടിട്ട് വേവിക്കാനും പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പുട്ടിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 സെക്കൻഡ് സമയത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ആവിയേറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വളരെയധികം സിമ്പിൾ ട്രിക്കാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടിന് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. യാതൊരു സംശയവും വേണ്ട. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് പറയും കൂടിയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പുട്ടുപൊടിയിൽ ചെയ്യുന്ന പുട്ട് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.